വലിയൊരു ഹൈപ്പോട് കൂടി തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ബോഗൻവില്ല എന്ന ചിത്രത്തിന് ആ ഒരു ടൈമിൽ വലിയൊരു റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചില്ല. ഒരു ആവറേജ് റെസ്പോൺസ് ഒക്കെ ആയിരുന്നു ചിത്രത്തിന് അന്ന് തിയേറ്ററുകളിൽ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അന്ന് ഈ ഒരു ചിത്രത്തിന് ഒരു ആവറേജ് റെസ്പോൺസ് ഒക്കെ എന്നെ കിട്ടാൻ കാരണം എന്താണെന്ന് പലവരും തന്നെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയുള്ള അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനം അമൽ നീരദ് എന്ന് അറിഞ്ഞപ്പോൾ നല്ലൊരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ഭീഷ്മപൂർവ്വം ചിത്രത്തിന് ശേഷം കൂടെ ആയിരുന്നു അമൽ നീരദ് ഈ ഒരു ചിത്രം സംവിധാനിച്ചിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിലെ കാസ്റ്റായിട്ട് നല്ലൊരു പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു. യോബിന്റെ പുസ്തകം വരുത്തൻ എന്ന ചിത്രങ്ങൾക്കൊക്കെ ശേഷമാണ് ഫഹദ് ഈ ഒരു ചിത്രത്തിൽ എത്തുന്നത്. കൂടാതെ ചാക്കോച്ചനൊക്കെ പ്രധാന വേഷത്തിലായി എത്തുന്നു. അങ്ങനെ ഒരു ഹൈപ്പ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ഒരു ചെറിയ സിനിമയാണെന്നൊക്കെ നേരത്തെ തന്നെ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിൽ ആദ്യ ടീസർ ഇറങ്ങിയ ടൈമിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു പിടുത്തു തോന്നി ഈ ഒരു ചിത്രത്തെ കുറിച്ച് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഒരു ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോൾ ഏകദേശം ചിത്രത്തിന്റെ ഒരു ടെംപ്ലേറ്റ് ഒക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം അങ്ങനെ ഫസ്റ്റ് ഡേ കാണാൻ പോയവർക്ക് ഒരു ആവറേജ് ഫീലൊക്കെയാണ് ആ ഒരു ടൈമിൽ ഈ ഒരു ചിത്രം നൽകിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഒരു ഒപ്പീനിയനിലോട്ട് തന്നെ വരാം. ഈ ഒരു ചിത്രം ആദ്യമൊക്കെ എടുത്തു വെച്ചതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഈ ഒരു ചിത്രം ഒരു സ്ലോ പേസ് സിനിമയായിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. അത് സ്ലോ പേസ് സിനിമയായി കഥ പറഞ്ഞു പോകുന്നതുകൊണ്ട് ഭയങ്കര കൊള്ളത്തില്ലെന്നൊന്നും അല്ല, നല്ല രീതിയിൽ തന്നെ ചിത്രം എടുത്തു പോകുന്നുണ്ട്. പക്ഷേ ഒരു ക്ലൈമാക്സ് പോർഷനിലോട്ടൊക്കെ ചിത്രം എത്തിക്കഴിയുമ്പോഴത്തേക്കിന് ഒരു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഹൈ മൂവ്മെന്റ് ഈ ഒരു ചിത്രത്തിന്റെ ടീം ഉദ്ദേശിച്ചതാണ്. ഈ ഒരു ചിത്രത്തിൽ ആ ഒരു ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെ ആകുമ്പോൾ ഒരു ഹൈ മൂവ്മെന്റ് ആയിരിക്കും തിയേറ്ററിൽ. പക്ഷെ അതൊന്നും നമുക്ക് കിട്ടിയില്ല. ഉദാഹരണം പറയാം, വരുത്തൻ എന്ന ചിത്രം ഒരു സാധാരണ സ്ലോ പേസ് സിനിമ പോലൊക്കെ തന്നെ പോയി ക്ലൈമാക്സ് ആകുമ്പോൾ ഒരു ഹൈ മൂവ്മെന്റ് ഉണ്ട്. ആ ഒരു അതാണ് ആ ചിത്രത്തെ വലിയ ലിഫ്റ്റ് ചെയ്ത് നിർത്തുകയും ആ ഒരു ചിത്രം അന്ന് വലിയൊരു സക്സസ് ആക്കാൻ ആ ഒരു വലിയൊരു കാരണം തന്നെയാണ്. ഫഹദിന്റെ അത്രയും നേരം ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ അത് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാനറിസംസ് ഒക്കെ ആയാലും ആ സ്വാഗ് ഒക്കെ ആയാലും ആ ഒരു ലാസ്റ്റ് ആക്ഷൻ സീക്വൻസ് ഒക്കെ ആയാലും കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഭയങ്കര രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ ആ ഒരു ഹൈ മൂവ്മെന്റ് നമുക്ക് ലാസ്റ്റ് കാണാൻ സാധിച്ചില്ല. അത്യാവശ്യം ഒരു രീതി ഒന്ന് ക്ലൈമാക്സ് ഒക്കെ എത്തിച്ച രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ചാക്കോച്ചന്റെ ഒക്കെ വില്ലനായിട്ടുള്ള ചാക്കോച്ചനൊക്കെ ബിൽഡ് ചെയ്ത് വരുത്തുന്നതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ നായികയായിട്ടുള്ള ജ്യോതിർമയൊക്കെ ആയാലും പുള്ളിക്കാരി കിടിലമായിട്ട് തന്നെ പുള്ളിയുടെ ക്യാരക്ടറൊക്കെ ആയാലും ചെയ്തു വെച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളിക്കാരി തന്നെ ഈ ഒരു ചിത്രത്തിൽ ലിഫ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ട് തന്നെ ഉണ്ട്. അടുത്തതായി എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ഫഹദിന്റെ ക്യാരക്ടർ. ഫഹദിന്റെ ക്യാരക്ടറിനെ ആ ട്രെയിലറിലൊക്കെ കണ്ടപ്പോൾ ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ചത് പുള്ളി ഒരു കിടില സംഭവം ഈ ഒരു ചിത്രത്തിൽ ചെയ്തു വെക്കുന്നതാണ്. പക്ഷേ പുള്ളിക്ക് അത്രയും വലിയൊരു സ്പേസ് ഒന്നും ഈ ഒരു ചിത്രത്തിൽ ഇല്ല. ഉള്ള സ്പേസിലായാലും പുള്ളിയുടെ ഒരു 100% എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു എന്തെന്ന് പറഞ്ഞാൽ വലിയ രീതി ചെയ്യാനൊന്നും ഇല്ലാത്ത രീതിയാണ്. ക്ലൈമാക്സിലൊക്കെ ആയാലും പുള്ളിയൊക്കെ വന്നിട്ടുള്ള ഒരു ഷോ ഒക്കെ ഈ ഒരു സിനിമ ഉണ്ടായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു. കാരണം പുള്ളി വരിക എന്ന് പറഞ്ഞാൽ കഥേനെ വേറെ രീതിയിലോട്ട് കൊണ്ടുപോകും, ആ ഒരു സംഭവമൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ പുള്ളി എല്ലാ സംഭവം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ വരുന്നതും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി വരുന്നു എന്ന് പറഞ്ഞാൽ വേറെ ആർക്കായാലും ചെയ്യാവുന്ന ഒരു ക്യാരക്ടറും കൂടെ ആയിരുന്നു. പക്ഷേ ഫഹദ് ഈ ഒരു റോൾ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ അമൽനിര സിനിമയൊക്കെ ആയതുകൊണ്ടായിരിക്കും. എങ്കിൽ പോലും ഭയങ്കര ബോറാവുന്നില്ല. അത്യാവശ്യം പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫഹദിന്റെ കാര്യം ചില സീക്വൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളിയുടെ ആ ഒരു ഇൻട്രോ ആയിട്ട് പോകുന്നതും കഥ ഒരു പരിധി വരെ പുള്ളിയുടെ നല്ല ഈ ട്രാക്ക് ഒക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സിലൊക്കെ ആയപ്പോൾ പുള്ളിക്കായാലും വലിയ രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി ക്ലൈമാക്സ് നല്ല രീതിയിൽ സ്കോർ ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ ക്ലൈമാക്സ് നല്ല രീതിയിൽ തന്നെ ഈ പടത്തെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഫുൾഫിൽ ആയോന്ന് ചോദിച്ചാൽ ആയില്ല. പക്ഷെ ആയോന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ആയി. കുഴപ്പമില്ലാത്ത രീതിയിൽ അതിന്റെ ചിത്രത്തിന്റെ ടീമൊക്കെ എടുത്തു വെക്കാൻ ആ ഒരു ക്ലൈമാക്സിനെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആ ഒരു ഫോറസ്റ്റിൽ കൂടെയുള്ള ഓട്ടമൊക്കെ ആയാലും കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ക്ലൈമാക്സ് ഒക്കെ എൻഡ് ചെയ്തൊക്കെ ആയാലും വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിലെ ഷർഫുദ്ദീനൊക്കെ ആയാലും പുള്ളിക്ക് കൊടുത്തിട്ടുള്ള ക്യാരക്ടർ പുള്ളി നല്ല രീതിയിൽ തന്നെ അതിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഡാർക്ക് മോഡിലൊക്കെയാണ് ചിത്രത്തിന്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ കളർ ഗ്രേഡിംഗ് ഒക്കെ ആയാലും ചിത്രത്തിന്റെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ചിത്രമാണ് ചിത്രം തന്നെയായിരുന്നു. പക്ഷേ ചിത്രത്തിന്റെ കൂടുതലായിട്ടും സ്ലോ പേസിൽ പറഞ്ഞു പോകുന്ന കഥ ഒരു ടൈമിൽ പോലും ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ഈ ഒരു ചിത്രത്തിന് സാധിക്കുന്നില്ല. സ്ലോ പേസ് പടങ്ങൾക്കൊക്കെ അതാണ് സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ ആ ഒരു സ്ലോ പേസ് പടം പോകുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ പോകണം. പക്ഷേ ലിഫ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് നല്ല രീതിയിൽ ലിഫ്റ്റ് ആയില്ലെങ്കിൽ ആ ഒരു പോർഷൻസ് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ കണക്ട് ആകാതെയൊക്കെ വരും. എങ്കിൽ പോലും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് ബോഗൻവില്ല എന്ന ചിത്രം വന്ന് തിയേറ്ററിൽ ഹിറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 30-35 കോടി രൂപ റേഞ്ചിലൊക്കെ കളക്ഷൻ നേടി ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ചിത്രത്തിന് അന്ന് OTT-ലൊക്കെ ഇറങ്ങിയപ്പോൾ അതെന്താണ് ഈ ചിത്രം ഇങ്ങനെ പോയെന്നൊക്കെ പലവരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അമൽ നീരദ് എന്ന ഡയറക്ടറിൽ നിന്ന് പലവരും വലിയ രീതിയിൽ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം വരുത്തൻ എന്ന ചിത്രമൊക്കെ വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. എന്ന് പറഞ്ഞ് ഈ ഒരു ചിത്രം വളരെ മോശമാണെന്നോ അങ്ങനെയൊന്നും അല്ല. പല സ്ഥലങ്ങളിലുള്ള ഈ ഒരു ചിത്രത്തിലെ വിഷ്വൽസ് ഒക്കെ ആയാലും കിടിലം
ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അമൽനീര സിനിമയുടെ ഒക്കെ മേക്കിംഗ് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ലൊരു രസമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രീതിയിലുള്ളൊരു നല്ലൊരു എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് തന്നെയായിരുന്നു ഈ ഒരു ചിത്രമായാലും എടുത്തു വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ചില മാറ്റങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിന് അവിടെ ഇവിടെയൊക്കെ വരുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഒരു ടൈമിലൊക്കെ 50 കോടിയൊക്കെ സുഖമായിട്ട് നേടാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ്. അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസിലോട്ട് പോകാൻ പറ്റുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു. എങ്കിൽ പോലും നല്ലൊരു ചിത്രത്തിനാണ് ബൊഗൈൻവില്ല എന്ന ചിത്രം. അത് തന്നെ ഇതുവരെ കണ്ടിട്ടുള്ള അമൽനീര ചിത്രങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ വെച്ചിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു ബൊഗൈൻവില്ല എന്ന ചിത്രം. കൂടുതലായിട്ട് ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറയാനായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അത്യാവശ്യം നല്ലൊരു ചിത്രമാണ്. അന്ന് അത്യാവശ്യം നല്ലൊരു ഹിറ്റുമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെറിയ ചില ഡിഫറൻസ് മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ചെറിയ രീതിയിലായാലും ഒന്ന് ലോ ആയി പോകാനുള്ള കാരണം. കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഒരു സീരിയസ് ത്രില്ലർ മോഡിലൊക്കെ ആയിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ കഥയായാലും പറഞ്ഞു പോകുന്നത്. ഒരുപക്ഷെ ഈ ഒരു ചിത്രത്തിൽ യാതൊരു ഹൈപ്പ് ഒന്നും കൂടാതെ തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ചിത്രത്തിന് ചിലപ്പോൾ നല്ല ഒരു റെസ്പോൺസിലോട്ട് എത്താൻ തന്നെയുള്ള ചാൻസ് ഒക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ആ ഒരു ഹൈപ്പ് ഒക്കെ എല്ലാവരും തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ ആവറേജ് റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ അവർ ഉദ്ദേശിച്ച് പതുക്കെ ഈ ഒരു ചിത്രം ഒന്ന് ഹൈ ആക്കി കൊണ്ടുവന്ന രീതിയൊക്കെ ആയിരുന്നു. ഈ ഒരു സ്ലോ പേസിലൂടെ ചിത്രം ഒരു ഹൈ മൂവ്മെന്റിലോട്ട് എത്തിക്കാനൊക്കെ ആയാലും ചിത്രത്തിന്റെ ടീം ആയാലും ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ ശ്രമിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും പലവരുടെ ഒരു ഫേവറേറ്റ് ചിത്രം തന്നെയാണ് ബൊഗൈൻവില്ല എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നമ്മളൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ കമന്റ് വഴി ഒരാൾ സജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക.